ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ കാൽ പിയേഴ്സൻ്റെ ഇക്വേഷൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൊഡ്യൂൾ 2 സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കാൽ പിയേഴ്സൺ മെത്തേഡിൽ എങ്ങനെ കോറിലേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എക്സ് വൈ എന്നിങ്ങനെ രണ്ട് വേരിയബിൾസ് നമുക്ക് നൽകിയിട്ടുണ്ട്. എക്സിലെ വാല്യൂസ് വരുന്നത് 2, 3, 4, 5, 6, 7, 8 ആൻഡ് വൈയിലെ വേരിയബിൾസ് വരുന്നത് 4, 5, 6, 12, 9, 5, 4 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇത് വെച്ച് നമ്മൾ എന്ത് കാണണം? കോറിലേഷൻ കാണണം അല്ലേ. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്താണ് ഇക്വേഷൻ? കാൽ പിയേഴ്സൺ മെത്തേഡിൻ്റെ ഇക്വേഷന് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? R = n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്കിതിൽ ഓരോ കാര്യങ്ങളും കണ്ടെത്തണം. ഇക്വേഷനിൽ പറയുന്ന എക്സ് വൈ കണ്ടെത്തണം, എക്സ് സ്ക്വയർ കണ്ടെത്തണം, വൈ സ്ക്വയർ കണ്ടെത്തണം, സിഗ്മ എക്സ് കണ്ടെത്തണം, സിഗ്മ വൈ കണ്ടെത്തണം, സിഗ്മ വൈ സ്ക്വയർ കണ്ടെത്തണം, സിഗ്മ എക്സ് സ്ക്വയർ കണ്ടെത്തണം. ഇതെല്ലാം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ എക്സ് വൈ താഴത്തോട്ട് എടുത്ത് എഴുതണം. ക്ലിയർ? ഇവിടെ ശ്രദ്ധിക്കൂ, എക്സ് വൈ അല്ലേ. അപ്പോൾ എക്സ് എഴുതണം, വൈ എഴുതണം. എക്സിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? 2, 3, 4, 5, 6, 7, 8. ക്ലിയർ? ഇനി വൈ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതണം. വൈ വേരിയബിളിൻ്റെ വാല്യൂസ് എത്രയാണ്? 4, 5, 6, 12, 9, 5, 4 അല്ലേ. അങ്ങനെ നമ്മൾ എഴുതുക. ഇനി നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം ആൻഡ് ആൾസോ വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇവിടെ ശ്രദ്ധിക്കൂ, ഇനി നമ്മൾ എക്സ് വൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ 2 × 4 8, 3 × 5 15, 4 × 6 24, 5 × 12 16, 6 × 9 54, 7 × 5 35, 8 × 4 32. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇപ്പോൾ എക്സ് വൈ ക്ലിയർ അല്ലേ? എക്സ് വൈ എങ്ങനെ കാണാം? എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? ഇനി കാണേണ്ടത് എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × സ്ക്വയർ എത്രയാണ്? 2 × സ്ക്വയർ ആണ് 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 ആൻഡ് 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64 അല്ലേ. ക്ലിയർ? ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വൈയുടെ സ്ക്വയർ ആണ്. വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 12 സ്ക്വയർ 144 ആൻഡ് 9 സ്ക്വയർ 81, 5 സ്ക്വയർ 25 ആൻഡ് 4 സ്ക്വയർ 16 അല്ലേ. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ എക്സ് കാണണം, സിഗ്മ വൈ കാണണം, സിഗ്മ എക്സ് വൈ കാണണം, സിഗ്മ എക്സ് സ്ക്വയർ കാണണം ആൻഡ് ഓൾസോ സിഗ്മ വൈ സ്ക്വയർ കാണണം. അതെങ്ങനെയാണ് കാണാം? ഇപ്പോൾ നമ്മൾ എക്സ് കിട്ടിയില്ലേ. ഈ എക്സ് വേരിയബിൾസിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിഗ്മ എക്സ് എന്ന് പറയുക. വൈ വേരിയബിൾസിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിഗ്മ വൈ എന്ന് പറയുക. ഇനി എക്സ് വൈൻ്റെ ടോട്ടലിനെയാണ് എന്തെന്ന് പറയുക? സിഗ്മ എക്സ് വൈ എന്ന് പറയാം. ആൻഡ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലിനെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നു ആൻഡ് ആൾസോ വൈ സ്ക്വയറിൻ്റെ ടോട്ടലിനെ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് കാണാം. എക്സിൻ്റെ ടോട്ടൽ 2 + 3 5, 5 + 4 9, 9 + 5 14, 14 + 6 20, 20 + 7 27, 27 + 8 35 അല്ലേ. അങ്ങനെ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. 35 ആണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ദെൻ സിഗ്മ വൈ എന്ന് പറയുന്നത് എത്രയാ? 4 + 5 + 6 + 12 + 9 + 5 + 4 45 എന്ന് വരും. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. 45 എന്ന് വരും. ദെൻ എക്സ് വൈ ആണ്. എക്സ് വൈ 8 + 15 + 24 + 16 + 54 + 35 + 32 =
228 എന്ന് വരും. 228 എന്ന് വരും. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് സിഗ്മ എക്സ് സ്ക്വയർ ആണ്. സിഗ്മ എക്സ് സ്ക്വയർ വന്നിട്ട് 4 + 9 + 16 + 24 + 36 + 49 + 64 ആണ്. അതിൻ്റെ ടോട്ടൽ വരുന്നത് 203 203 ആണ്. ദെൻ 16 + 25 + 36 + 144 + 81 + 25 + 16 = 343. ഓക്കെ, 343. ഓക്കെ, 3 ആണ് കേട്ടോ. 343 എന്ന് വരും സിഗ്മ വൈ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇനി നമുക്കിത് ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടു? എക്സും വൈയും അതുപോലെ എടുത്തെഴുതി. ദെൻ എക്സ് വൈ കണ്ടു. എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. പിന്നെ എക്സിൻ്റെ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. വൈയുടെ സ്ക്വയർ ആണ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്കിത് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ എമൗണ്ട്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. 35 ആണ് അതൊക്കെ ഉള്ളത്. ഇനി നമുക്ക് n എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് എണ്ണി നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എടുക്കൂ. ക്വസ്റ്റ്യനിൽ നോക്കൂ. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ 2 3 4 5 6 7 8 എത്ര ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ? 7 ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് n എത്രയാണ്? n = 7. ക്ലിയർ അല്ലേ? n = 7. ഇനി സിഗ്മ എക്സ് അല്ലേ? സിഗ്മ എക്സും സിഗ്മ വൈ ഒക്കെ കാണണ്ടേ? ഇനി നമുക്കിത് ഓരോന്ന് എടുത്ത് എഴുതാട്ടെ. നമ്മൾ കണ്ടെത്തിയ സിഗ്മ എക്സ് = 35, സിഗ്മ വൈ = 45 ആൻഡ് സിഗ്മ എക്സ് വൈ = 228 228. ദെൻ സിഗ്മ എക്സ് സ്ക്വയർ = 203 ആൻഡ് സിഗ്മ വൈ സ്ക്വയർ = 343. ക്ലിയർ അല്ലേ? n = 7, സിഗ്മ എക്സ് = 35, സിഗ്മ വൈ = 45, സിഗ്മ എക്സ് വൈ = 228 ആൻഡ് സിഗ്മ എക്സ് സ്ക്വയർ = 203, സിഗ്മ വൈ സ്ക്വയർ = 343 അല്ലേ? ക്ലിയർ? നമുക്കിത് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? നമുക്ക് ഇക്വേഷൻ അറിയാം. ഇതൊക്കെ റേസ് ചെയ്യാണ്. എല്ലാവരും എഴുതിയില്ലേ? എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഇതെല്ലാം അയക്കാം കേട്ടോ. നമുക്ക് ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാം. n എത്രയാണ്? 7 ഇൻറ്റു എക്സ് വൈ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 228 അല്ലേ? മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 35 ഇൻറ്റു 45 അല്ലേ? ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 203 മൈനസ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയത്? 35 അല്ലേ? ആ 35 സ്ക്വയറാണ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അത് ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു 7 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 343 അല്ലേ? മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ ഹോൾ സ്ക്വയർ എത്ര? സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45. അപ്പോൾ 45 സ്ക്വയറാണ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. 7 ഇൻറ്റു 228 മൈനസ് 35 ഇൻറ്റു 45. 7 ഇൻറ്റു 228 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1596 എന്ന് വരും. ഓക്കെ, ഇനി 35 ഇൻറ്റു 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ഇൻറ്റു 45 1575 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ റൂട്ട് ഓഫ് 7 ഇൻറ്റു 203 മൈനസ് 35 സ്ക്വയർ ആണല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 7 ഇൻറ്റു 203 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1421 എന്ന് വരും. അതുപോലെ തന്നെ 35 സ്ക്വയർ എന്ന് പറയുന്നത് 1225 ആണ് 35 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 7 ഇൻറ്റു 343 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2401, അതായത് 2401 എന്ന് വരും. മൈനസ് 445 സ്ക്വയർ. 45 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 എന്നുള്ള ആൻസർ വരും. എഗെയിൻ നമുക്ക് സോൾവ് ചെയ്യാം. 1596 മൈനസ് 1575 = 21. ഇനി റൂട്ട് ഓഫ് 1421 മൈനസ് 1225 = റൂട്ട് ഓഫ് 1
496 എന്ന് വരും. അതുപോലെ തന്നെ റൂട്ട് ഓഫ് 2401 മൈനസ് 2025 എന്നുള്ളത് നമുക്ക് എത്ര കിട്ടും? റൂട്ട് ഓഫ് 376 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 196 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 എന്നും റൂട്ട് ഓഫ് 376 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.39 എന്നും കിട്ടും. ഇനി 14 ഇൻറ്റു 19.39 ഈസ് ഈക്വൽ ടു 271.46 എന്ന് കിട്ടും. ദെൻ 21 ഡിവൈഡഡ് ബൈ 271.46 ഈസ് ഈക്വൽ ടു 0.077 എന്ന് കിട്ടും. സോ R ഈസ് ഈക്വൽ ടു 0.077 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് അതുപോലെ താഴേക്ക് എടുത്ത് എഴുതി. ദെൻ XY കണ്ടു, X² കണ്ടു, Y² കണ്ടു, അതിൻ്റെ എല്ലാ സിഗ്മ കണ്ടു. ദെൻ നമ്മൾ ഇതിനെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. ഈ ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലംസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.